ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്ലസ് ടു ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന്. ആൻഡ് ഞാൻ രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു 6:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു. ഞാൻ ഇപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ ഫേസ് വാഷാണ്. ഇത് പുതിയ വാങ്ങിച്ച ബെഡ്ഷീറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അതുകൊണ്ട് ഞാൻ ബെഡ് വിരിച്ചിട്ടു. ദെൻ ഞാൻ കുളിച്ച് ഫ്രഷായി, സ്കിൻ കെയർ മേക്കപ്പ് അതിലോട്ട് കിടക്കുകയാണ്. വലിയ മേക്കപ്പൊന്നും ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു, ദെൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മുടിയും കൂടി കെട്ടി. അതാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുടി ഇപ്പോൾ സ്കൂളിൽ കെട്ടണമെന്ന് ചോദിച്ചാൽ കെട്ടണം, മീൻസ് അഴിച്ചിടാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അഴിച്ചിടാൻ പാടില്ല, പിന്നെ വല്ലപ്പോഴൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെർഫ്യൂം മുഖ്യമാണ്, ബിക്കോസ് തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ പോലെയാണ്. പിന്നെ ബോഡി ലോഷനും എനിക്ക് അത്യാവശ്യമാണ്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സ്കിൻ തിരിച്ചു വരുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ബാഗിൽ ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. വലുതായിട്ട് സെറ്റ് ചെയ്യാനൊന്നുണ്ടായിരുന്നില്ല ഗൈസ്, എൻ്റെ പൗച്ച് പൊട്ടി. അപ്പോൾ എനിക്ക് അത് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം പോയി വാങ്ങിക്കണം എന്ന് ഞാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളക്കുപ്പിയും പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു. പുറത്ത് ചന്ദനം തൊടാൻ വന്നപ്പോൾ കുറേ റോസ് വിരിഞ്ഞിരിക്കണു. ഐ വാസ് സോ ഹാപ്പി. കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ? ഇത് റോസ് വളരാനുള്ള കാരണം, ഇത്ര ആകാനുള്ള കാരണം എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛനാണ് ഇങ്ങനെ അതിൽ എന്താ പറയുക, വളമൊക്കെ ഇട്ട് കൊടുക്കണം, മാന്യൂറൊക്കെ. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പൂവലാണ് പതിവ്. അങ്ങനെ ഫുഡ് കഴിച്ചാൽ ഇറങ്ങി. എനിക്കിന്ന് അച്ഛനാണ് കൊണ്ടാക്കിയത്. അപ്പോൾ അത്രയുള്ളൂ, ബൈ.